അധിനിവിഷ്ട ഗോലാൻ കുന്നുകളിൽ വൻതോതിൽ ജൂത കുടിയേറ്റത്തിന് കോപ്പ് കൂട്ടുകയാണ് ഇസ്രായേൽ. ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ഇരട്ടിയാക്കാനാണ് പദ്ധതി. കുടിയേറ്റത്തിനായുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ഗവൺമെന്റ് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. ഗോലാൻ കുന്നുകളിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് സർക്കാർ ഐക്യകണ്ഠേന അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗോലാനെ ശക്തിപ്പെടുത്തുക എന്നാൽ ഇസ്രായേലിനെ ശക്തിപ്പെടുത്തുക എന്നാണ്. പ്രത്യേകിച്ചും ഈ സമയത്ത് അതിനേറെ പ്രാധാന്യവുമാണ്. അതിനാൽ ഞങ്ങളത് തുടരുമെന്നാണ് നെതന്യാഹു പറയുന്നത്. 1967 ഗോലാൻ കുന്നുകൾ സിറിയയിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. 1981 കൂട്ടിച്ചേർക്കൽ നടന്നു. 1967 മുതൽ ഇസ്രായേൽ കൈവശം വെക്കുന്ന ഈ മേഖലയിലാണ് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത്. ബഷാറുൽ അസദിന്റെ പതനത്തിനു ശേഷം പ്രതീക്ഷയും അനിശ്ചിതത്വവുമാണ് സിറിയയിലെ തെരുവുകളിൽ. വർഷങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം രാജ്യത്തെ പുനർനിർമ്മിക്കുക എന്ന വെല്ലുവിളിയും വളരെ വലുതാണ്. ബഷാർ അൽ അസദ് എന്ന സ്വേച്ഛാധിപതിയുടെ തകർച്ച സിറിയൻ ജനതയ്ക്ക് നൽകുന്ന ആശ്വാസം തെല്ലും ചെറുതല്ല. എന്നാൽ അതിനു പിന്നാലെ ഇസ്രായേൽ മരണമായി പെയ്യുകയാണ് അവർക്കുമേൽ. ഗസയും ലെബനാനും കടന്ന് ഇസ്രായേൽ വേട്ട സിറിയയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു നാടും അവിടുത്തെ ജനതയും കൂടി ലോകത്തിന്റെ മൗനത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായി മാറുകയാണ്. അസദ് റഷ്യയിലേക്ക് ഓടിപ്പോയത് മുതൽ നൂറുകണക്കിന് ആക്രമണങ്ങളാണ് ഇസ്രായേൽ സിറിയക്ക് നേരെ തൊടുത്തുവിടുന്നത്. UN-ന്റെ എതിർപ്പുകൾക്കിടയിലും അവർ നരവേട്ട തുടരുകയാണ്. ഇതോടൊപ്പമാണ് 1974 മുതൽ ഇരു രാജ്യങ്ങളെയും വേർതിരിക്കുന്ന ബഫർ സോണിലേക്ക് പോലും സൈനിക നുഴഞ്ഞുകയറ്റം ഉണ്ടായിരിക്കുന്നത്. കൈവശപ്പെടുത്തിയ തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളിൽ കൂടുതൽ ജൂതന്മാരെ കുടിയിരുത്തുന്നു. നിലവിൽ 31,000 ജൂതന്മാരാണ് പ്രദേശത്തുള്ളത്. ഇത് ഇരട്ടിയാക്കാനാണ് ഇവരുടെ നീക്കം. ഇവർക്ക് പ്രദേശത്തെ ഇസ്രായേലിനൊപ്പം ചേർക്കണമെന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സിറിയയിലെ പുതിയ ഭരണകൂടം വംശഹത്യ നടത്തുമെന്നാണത്രേ ഇവരുടെ ഭയം. 1974 മുതൽ സൈനികവൽക്കരിക്കപ്പെട്ട മേഖലയായി കണക്കാക്കിയ ഗോലാൻ കുന്നുകളോട് ചേർന്നുള്ള സിറിയൻ പ്രദേശം സമ്പൂർണമായി ഇസ്രായേലിന്റെ ഭാഗമായി തുടരുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സഅർ ന്യായീകരിച്ചത് ഇങ്ങനെയാണ്: സംശയാസ്പദമായ രാസായുധ കേന്ദ്രങ്ങളും ലോങ് റേഞ്ച് റോക്കറ്റ് കേന്ദ്രങ്ങളും ലക്ഷ്യം വെക്കുക മാത്രമായിരുന്നു ഇസ്രായേലിന്റെ ഉദ്ദേശം. ഇസ്രായേലിനെതിരെ സിറിയയിലെ വിമത സായുധ ഗ്രൂപ്പ് നടത്തുന്ന ആക്രമണങ്ങളെ തടയാൻ വേണ്ടിയാണിത്. ഒരു പരമാധികാര രാഷ്ട്രത്തിനുമേൽ നടത്തുന്ന കടന്നുകയറ്റത്തിനും ആക്രമണങ്ങൾക്കും സയനിസ്റ്റ് ഭീകര രാജ്യം നൽകുന്ന വിശദീകരണമാണിത്. ഇസ്രായേലിന്റെ പ്രതിരോധ താൽപര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറം സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു പ്രസ്താവന പോലും ഇതുവരെയും നടത്തിയിട്ടില്ല. നീണ്ട 53 വർഷത്തെ രാജവംശ കുടുംബ ഭരണത്തിൽ നിന്ന് രാജ്യം മുക്തി നേടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ ആക്രമണങ്ങൾ. പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലിന്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും ലോകത്തു നിന്ന് സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന ഒരു ജനതയുടെ പ്രതീക്ഷയ്ക്കുമേലാണ് ഇസ്രായേൽ ഇപ്പോൾ തീയായി പെയ്തുകൊണ്ടിരിക്കുന്നത്.